The Federal and SR Public Welfare Trust present the Pudukkottai Marathon 2025. This event is co-presented by Rupee Apex Group of Companies on Sunday, August 3. As Kerala gears up for the Film Policy Conclave, Sandra Thomas, a senior voice in the industry, finds herself left out of the conversation. A producer and actor known for speaking her mind, Sandra is currently in the middle of legal battle after raising concerns about the deeply entrenched misogyny in the Film Producers Association. She's not new to breaking ground or calling out what needs to change. She's primarily a producer. Acting is more of a side gig for her. ഇപ്പോൾ ഈ കോൺക്ലേവ് നടക്കുന്നത് നമ്മളെപ്പോലുള്ള നിർമ്മാതാക്കൾ പോലും അറിഞ്ഞിട്ടില്ല. നിങ്ങളിങ്ങനെ ഇൻ്റർവ്യൂ എടുക്കാൻ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് കോൺക്ലേവ് നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം ഞങ്ങളൊക്കെ സിനിമ ഇൻഡസ്ട്രിയുടെ ഭാഗമല്ലേ, അതായത് ഇൻഡസ്ട്രി തന്നെയുള്ള മിക്കവരും അറിഞ്ഞിട്ടില്ല ഈ കോൺക്ലേവ് നടക്കുന്ന കാര്യം. അവിടെയും ഒരു മേൽക്കോയ്മ ഭയങ്കരമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ സാംസ്കാരിക മന്ത്രിക്ക് ഈ പറയുന്ന വ്യക്തികളുമായിട്ടുള്ള പേഴ്സണൽ ബന്ധത്തിൻ്റെ പുറത്ത് ഇവരെയൊക്കെ മാത്രം ക്ഷണിക്കുകയും എന്താ പറയുക, നമ്മളൊക്കെ ഇത്രയും വർഷങ്ങൾ, ഞാനിപ്പോൾ 16 വർഷമായി ഇൻഡസ്ട്രിയിൽ, അതുപോലെ എത്രയോ പേരുണ്ട്. അതൊക്കെ ഒരു പരാജയമായിട്ട് കാണാൻ പറ്റുള്ളൂ, സാംസ്കാരിക വകുപ്പിൻ്റെ പരാജയമായിട്ട് തന്നെ കാണേണ്ടി വരും അത്. She has also criticized the inaction following the Hema Committee report, a document born out of protest and promise, but which, in her view, has led to disappointment. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ട്രഷററായ ലിസ്റ്റിൻ സ്റ്റീഫനുമായിട്ട് സംസാരിച്ച ഒരു കോൺവെർസേഷൻ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. അപ്പം അതിനകത്ത് ഞാൻ ലിസ്റ്റിനോട് ചോദിക്കുന്നുണ്ട്, എന്ത് ആക്ഷനാണ് നിങ്ങളെടുത്തത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എന്ത് നിങ്ങളെടുത്തു? ഒന്നും ചെയ്തിട്ടില്ല, ഒരു കാര്യവും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനായിട്ട് എൻ്റെ കുറച്ച് നമുക്ക് സജഷൻസ്, പ്രൊഡ്യൂസേഴ്സിന് വലിയ ഡാമേജ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സജഷൻസ് ഞാൻ കൊടുത്തിരുന്നു. നമുക്ക് സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവർക്കൊരു ഇച്ചിരൂടെ സേഫ് പ്ലേസ് ആക്കാനും ഒക്കെ. അപ്പോൾ ഇവരൊരു കമ്മിറ്റി കൂടിയ സമയത്ത് നമ്മൾ സ്ത്രീകളെ എല്ലാവരെയും വിളിച്ചു. അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി, ഓക്കെ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പം ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് 1 വർഷം ആവാൻ പോകുന്നു. എന്നിട്ട് ഞാൻ ലിസ്റ്റിനോട് ചോദിച്ചു, അതിൽ എത്ര കാര്യങ്ങൾ ചെയ്തു? ഒരു കാര്യം ചെയ്തത് പറയാമോ? ഇല്ല, ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല, ഒരു ആക്ഷനും എടുത്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താ? ഇവിടെയുള്ള സ്ത്രീകൾ സംസാരിക്കില്ല, ഇവിടെയുള്ള സ്ത്രീകളെ വായടപ്പിച്ച് വെച്ചിരിക്കുകയാണ്. Last week, she made headlines after wearing a parda while filing her nomination for the Producers Association's presidential election, a move she described as a symbolic protest. പർദ്ദ എൻ്റെ ഒരു ആക്ട് ഓഫ് പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിൽ ഇട്ടൊരു വേഷം മാത്രമാണ്. നമ്മുടെ ബോഡി ഫുൾ കവർ ചെയ്യുന്ന ഒരു വേഷം എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെ കമ്മ്യൂണലാക്കേണ്ട കാര്യമില്ല. അതിന് ഇതിലാണ് സുരക്ഷിതത്വം എന്നുള്ളൊരു രീതിയിൽ ഒരു ആംഗിളിലൊക്കെ പോകുന്ന ഞാൻ കണ്ടു. അതിലൊന്നും അർത്ഥമില്ല. ഞാൻ എൻ്റെ ഒരു പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിലാണ് വേഷം ധരിച്ചത്. ഇത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഇരുമ്പ് ചട്ട കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അതിട്ട് പോയേനെ അവരുടെ മുന്നിലേക്ക്. ബിക്കോസ് അവിടെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളൊരു മെസ്സേജാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. The police have already filed a charge sheet in her complaint against top producers in the industry, and Sandra believes the findings speak for themselves. While she considers the Women in Cinema Collective a major force for change, she has chosen not to join it for personal reasons. അല്ല, WCC ഭയങ്കര കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമയിലേക്കെന്നല്ല, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി വരാനും ഒക്കെ അവരൊരു വലിയ റീസണാണ്. ഈ നടിയെ ആക്രമിച്ച കേസ് കഴിഞ്ഞതിന് ശേഷം ഇവർ WCC ഉണ്ടാവുകയും WCC അതിനകത്ത് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും മുഖ്യമന്ത്രിയെ കൊണ്ട് ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടാക്കിപ്പിക്കുകയും സിനിമയെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ ഫൈൻഡിങ്സും കൂടാതെ ഇപ്പോൾ പോലും അവർ എനിക്ക് തോന്നുന്നു ഒരുപാട് സജഷൻസ് ഗവൺമെൻറ്റിന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തെല്ലാം ചെയ്യാം. പിന്നെ ഫിലിം പോളിസിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫിലിം പോളിസി, ഈ സ്ത്രീകളെ കൂടെ കൺസിഡർ ചെയ്യുന്നൊരു ഫിലിം പോളിസി ഉണ്ടാക്കാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കട്ടെ എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ WCC ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം എനിക്ക് എൻ്റേതായ പേഴ്സണൽ റീസൺസ് ഉണ്ട് എന്തുകൊണ്ട് ഞാൻ WCC ചേരുന്നില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ മാനസികമായി WCC എന്ന് പറയുന്ന അസോസിയേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. Change in Malayalam cinema, she believes, must come from within and from every direction in an industry that often sidelines those who question the status quo. Voices like hers remind us that
Change begins with resistance.